ഇ-ടാപ്സ് എന്നൊരു സോഫ്റ്റ്വെയറിനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾ ആ സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്തിട്ടുണ്ടാവും. ചെറിയ ചെറിയ എക്സസൈസ് ഒക്കെ കോളേജിലൊക്കെ ചെയ്തിട്ടുണ്ടാവും. പക്ഷേ റിയൽ ലൈഫിൽ ഒരു പ്രോജക്റ്റ് നിങ്ങളോട് തന്നിട്ട് അത് ഇ-ടാപ്സിൽ മോഡൽ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതിനുള്ള കോൺഫിഡൻസ് നിങ്ങൾക്കുണ്ടോ? എന്തൊക്കെ ലോഡ് അപ്ലൈ ചെയ്യണം, ഏതൊക്കെയാണ് കോഡൽ പ്രൊവിഷൻസ്, ഇതൊക്കെ കറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്യാൻ നിങ്ങൾക്കറിയോ? ഇനി അനലൈസ് ചെയ്ത് കിട്ടുന്ന റിസൾട്ട് എങ്ങനെയാണ് ഇന്റർപ്രറ്റ് ചെയ്യേണ്ടത്, അതൊക്കെ കറക്റ്റ് ആണോ? ഡിസൈൻ ചെയ്ത് കിട്ടിയതൊക്കെ ഓക്കെ ആണോ? ഇതൊക്കെ നിങ്ങൾക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് അറിയോ? ഇല്ല എന്നുണ്ടെങ്കിൽ അതിനുള്ളൊരു സൊല്യൂഷൻ ആയിട്ടാണ് സ്കിൽസ് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത്. ഇ-ടാപ്സ് മാസ്റ്റർ ക്ലാസ് ഫ്രം ബേസിക്സ് ടു റിയൽ പ്രോജക്ട്. ഇത് വെറും ഒരു കോഴ്സ് അല്ല, ഒരു ട്രാൻസ്ഫോർമേഷൻ ആണ്. ഈ ഒരു കോഴ്സ് എടുത്തു കഴിഞ്ഞാൽ ഇതിന്റെ എൻഡിൽ നിങ്ങൾക്ക് ഒരു പോർട്ട്ഫോളിയോ കിട്ടും. അതായത് നിങ്ങളൊരു ഫ്രഷർ എന്നത് മാറിയിട്ട് കുറെ പ്രോജക്ട് എക്സ്പോഷർ ഉള്ള ഒരാളായിട്ട് മാറുകയാണ് ഈ കോഴ്സിന്റെ എൻഡിൽ. ഇനി നിങ്ങൾ തേർഡ് ഇയർ സ്റ്റുഡൻസ് ആണോ, നിങ്ങൾക്ക് ഫൈനൽ ഇയർ പ്രോജക്ട് ചെയ്യാനുണ്ട്. അത് സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗിൽ ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? സ്ട്രക്ചറൽ എഞ്ചിനീയർ ആവാനാണോ നിങ്ങളുടെ താല്പര്യം? അങ്ങനെയാണെങ്കിൽ തേർഡ് ഇയറിന് ശേഷം ഈ കോഴ്സിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ റിയൽ ലൈഫ് പ്രോജക്റ്റിലൂടെ ഇ-ടാപ്സ് ഫ്രം പ്ലാനിങ് ടു ഡിസൈൻ എല്ലാം നിങ്ങൾക്ക് കംപ്ലീറ്റ് പഠിക്കാനായിട്ട് കഴിയും. സോ പ്രോജക്റ്റിന് മുമ്പ് തന്നെ നിങ്ങൾക്ക് റിയൽ ലൈഫ് പ്രോജക്റ്റിൽ എക്സ്പോഷർ കിട്ടിക്കഴിഞ്ഞാൽ ആ പ്രോജക്റ്റ് നിങ്ങൾക്ക് ചെയ്യാൻ സ്മൂത്ത് ആയിരിക്കും. ആ പ്രോജക്റ്റും കൂടെ ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾ പുറത്തിറങ്ങി കഴിഞ്ഞാൽ നിങ്ങളൊരു എക്സ്പേർട്ട് ആയിരിക്കും. ഒരു ഇന്റർവ്യൂവിന് നിങ്ങളെ റിജക്ട് ചെയ്യാൻ ഒരു റീസൺ ഉണ്ടാവില്ല. ഇ-ടാപ്സിൽ ഒരു പ്രോജക്റ്റ് ചെയ്യുമ്പോൾ അതിനൊരു പ്രോപ്പർ ആയിട്ടുള്ള വർക്ക് ഫ്ലോ ഫോളോ ചെയ്യണം. ഫസ്റ്റ് നിങ്ങൾ അതിനെ മോഡൽ ചെയ്യണം, പിന്നെ അതിനെ അനലൈസ് ചെയ്യണം, പിന്നെ നിങ്ങൾ ഡിസൈൻ ചെയ്യണം. ഇനി ഈ മോഡലിംഗ്, അനാലിസിസ് ആൻഡ് ഡിസൈൻ ഓരോന്നിനും വർക്ക് ഫ്ലോ ഉണ്ട്. മോഡൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ഗ്രിഡ് സെറ്റപ്പ് ചെയ്യണം, സ്റ്റോറി സെറ്റപ്പ് ചെയ്യണം, നിങ്ങൾ അതിൽ മോഡൽ ഡ്രോ ചെയ്യണം, മെറ്റീരിയൽസ് ഡിഫൈൻ ചെയ്യണം, സെക്ഷൻ പ്രോപ്പർട്ടീസ് ഡിഫൈൻ ചെയ്യണം, ഡയഫ്രോം മാസേഴ്സും ഡിഫൈൻ ചെയ്യണം, ലോഡ് പാറ്റേൺസ് ഡിഫൈൻ ചെയ്യണം, കോംപ്ലക്സ് ആയിട്ടുള്ള ലാറ്ററൽ ലോഡ്സ് ആയ വിൻഡും എർത്ത്ക്വേക്കും കോഡൽ പ്രൊവിഷൻസ് അനുസരിച്ച് ഡിഫൈൻ ചെയ്യണം. അങ്ങനെ നിങ്ങൾ മോഡൽ കംപ്ലീറ്റ് ആയതിനു ശേഷം നിങ്ങൾ അനാലിസിസ് പാർട്ടിലേക്ക് പോകും. അവിടെ നിങ്ങൾ ബെൻഡിങ് മൊമെന്റും ഷിയർ ഫോഴ്സും ആക്സൽ ഫോഴ്സും ഒക്കെ അനലൈസ് ചെയ്യും. അതിനുശേഷം നിങ്ങൾ ഡിസൈൻ പാർട്ടിലേക്ക് പോകും. അവിടെയായിരിക്കും നിങ്ങൾ കോൺക്രീറ്റ് ഡിസൈൻ ആണെങ്കിൽ കോൺക്രീറ്റ് ഡിസൈൻ, അല്ലെങ്കിൽ സ്റ്റീൽ ഡിസൈൻ, അല്ലെങ്കിൽ കോമ്പോസിറ്റ് ഡിസൈൻ ഒക്കെ ചെയ്യുന്നത്. ഇതൊക്കെ ഫ്രം സ്ക്രാച്ച്. അതായത് നിങ്ങൾക്ക് എന്തൊക്കെ ബേസിക് തിയറി വേണം എന്നത് മുതൽ നിങ്ങൾക്ക് യൂസർ ഇന്റർഫേസും സിമ്പിൾ എക്സാമ്പിൾസും പിന്നെ റിയൽ ലൈഫ് പ്രോജക്റ്റും ചെയ്തിട്ടായിരിക്കും ഈ കോഴ്സ് ഡിസൈൻ ചെയ്തിട്ടുണ്ടാവുക. ഇതെല്ലാം നിങ്ങളുടെ ഫ്ലെക്സിബിൾ ടൈമിങ്ങിൽ നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയ സ്പേസിലിരുന്ന് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. നിങ്ങളൊരു വർക്കിംഗ് പ്രൊഫഷണൽ ആണെങ്കിലും, നിങ്ങളൊരു സ്റ്റുഡൻ്റ് ആണെങ്കിലും, ഓൾറെഡി പാസ് ഔട്ട് ആയവരാണെങ്കിലും, പഠിച്ചുകൊണ്ടിരിക്കുന്നവരാണെങ്കിലും, നിങ്ങൾക്ക് സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗിൽ പാഷൻ ഉണ്ട്, നിങ്ങൾക്കൊരു സ്ട്രക്ചറൽ എഞ്ചിനീയർ ആവണം എന്നുണ്ട്, നിങ്ങൾക്ക് ഇ-ടാപ്സിലാണ് സ്പെഷ്യലൈസ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ഈ കോഴ്സ് എടുത്തു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് റിയലി യൂസ്ഫുൾ ആയിരിക്കും. പ്ലാനിംഗ്, മോഡലിംഗ്, അനാലിസിസ് ആൻഡ് ഡിസൈൻ ഒരു റിയൽ ലൈഫ് പ്രോജക്റ്റ് പോലെ തന്നെ കംപ്ലീറ്റ് പ്രോജക്ട്സ് നിങ്ങൾ ഈ കോഴ്സിൽ ഡിസൈൻ ചെയ്യും. ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സും ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ്സും നിങ്ങളെ ഫെമിലിയറൈസ്ഡ് ആക്കുന്നു എന്നതാണ് ഈ കോഴ്സിന്റെ മറ്റൊരു സവിശേഷത. നിങ്ങൾ വെറുതെ ഒരു സോഫ്റ്റ്വെയറിൽ ട്രെയിൻഡ് ആവല്ല ചെയ്യുന്നത്. നിങ്ങളുടെ സ്കിൽ സെറ്റ് ഇംപ്രൂവ് ആവുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് റിയൽ ലൈഫ് പ്രോജക്ട് പോർട്ട്ഫോളിയോ കൂടി കിട്ടാണ്. ഇതിലൂടെ നിങ്ങൾ ഇൻഡസ്ട്രി റെഡി ആവുകയാണ്, നിങ്ങളുടെ റെസ്യൂമെ സ്റ്റാൻഡ് ഔട്ട് ചെയ്യാണ്. സോ ആർ യു റിയലി പാഷനേറ്റ് അബൌട്ട് സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗ്? Then definitely go for this opportunity.